നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ഏറ്റവും ആദ്യം ദീപികയാണ്. ദീപികയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇനി സുരക്ഷിത കരങ്ങളിൽ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അവസാന മിനിറ്റിലെ അനിശ്ചിതത്വവും ഒഴിവായതോടെ ഗാസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായി. ഇന്നലെ 3 ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. ഇതോടെ 15 മാസം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും വിരാമമായി എന്നുള്ള വാർത്തയാണ്. എലിമ ദമാരി, ദൊറോൺ, റോമി ഗോനേൻ എന്ന 3 പേരെയാണ് മോചിപ്പിച്ചത്. അവരെ മോചിപ്പിക്കുന്ന ചിത്രവും അതിന് മുകളിലായി നൽകിയിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തി 3 ബന്ദികളെ മോചിപ്പിച്ചു എന്ന വാർത്തയ്ക്ക് ദീപിക ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. അതിന് വലതുഭാഗത്തായി ഇനി ട്രംപ് 2.0 എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12. സ്ഥാനാരോഹണ ചടങ്ങ്. അതിശൈത്യത്തെ തുടർന്ന് സ്ഥാനാരോഹണ ചടങ്ങുകൾ ഭരണസിരാ കേന്ദ്രമായ ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിൽ റോട്ടഡ് ഹാളിലാണ് നടക്കുക. നേരത്തെ തുറന്ന വേദിയിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. പ്രധാന വാർത്തകൾ ഇടതുഭാഗത്തായി CP പോൾ ചുങ്കത്ത് അന്തരിച്ചു എന്നുള്ള വാർത്ത. ചുങ്ക ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാനും രാഷ്ട്രദീപിക ലിമിറ്റഡ് സീനിയർ ഡയറക്ടറും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന CP പോൾ ചുങ്കത്ത് അന്തരിച്ചു എന്നുള്ള വാർത്ത. ആദ്യ പേജിന്റെ വലതുഭാഗത്ത് മധ്യടുത്തായി സെയ്ഫ് അലി ഖാനെ പരിക്കേൽപ്പിച്ചത് ബംഗ്ലാദേശ് പൗരൻ. നടൻ സെയ്ഫ് അലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ ഒടുവിൽ വലയിലാക്കി മുംബൈ പോലീസ്. ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെയ്ഖാണ് അറസ്റ്റിലായത്. 30 വയസ്സാണ് ഉള്ളത്. മദ്യകമ്പനിക്ക് അനുമതി നൽകിയത് ഉപതെരഞ്ഞെടുപ്പിനിടെ എന്ന വാർത്ത ഏറ്റവും ആദ്യ പേജിൽ താഴെയായി നൽകുന്നു. പാലക്കാട് എലിപ്പുള്ളിയിൽ ബ്രൂവറി, ഡിസ്റ്റിലറി, മൾട്ടി ഫീഡ് മദ്യ പ്ലാന്റ് സ്ഥാപിക്കുവാനുള്ള ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഫയൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എക്സൈസ് മന്ത്രി MP രാജേഷും അംഗീകരിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ള വാർത്തയാണ് ഏറ്റവും താഴെ പ്രാധാന്യത്തോടെ നൽകുന്നത്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത പിറന്ന മണ്ണിൽ എന്ന തലക്കെട്ടോടുള്ള വാർത്തയാണ്. അതായത് ഗാസയിലെ വെടിനിർത്തൽ അവസാനിപ്പിച്ച് 3 ബന്ദികളെ പുറത്തുവിട്ട വാർത്തയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ഗാസയിലെ എല്ലാം തകർന്നടിച്ച ചിത്രത്തിനാണ് പ്രാധാന്യമേറെ നൽകി വലിയ പേജിലായി നൽകിയിട്ടുള്ളത്. ആദ്യ പേജിൻ്റെ പകുതി ഭാഗത്തും ഗസയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ട്രംപിസം 2.0 എന്ന തലക്കെട്ടോടുകൂടി US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുന്ന വാർത്തയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി പ്രാധാന്യം നൽകുന്നു. അതിന് താഴെയായി സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച ആളെ അറസ്റ്റ് ചെയ്ത വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. നിർമ്മത ബുദ്ധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് പ്രതാപനായിരുന്നെങ്കിൽ തൃശ്ശൂരിൽ ജയിച്ചേനെ എന്ന ചെന്നിത്തല. ശവത്തിൽ സമാധിയിൽ കുത്തരുത് എന്നുള്ള തലക്കെട്ടാണ് ആ കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലും ഗസയിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് 3 ബന്ദികളെ മോചിപ്പിച്ച വാർത്തയാണ്. യുദ്ധക്കുരുക്കിന് വിരാമം, ഗസയിൽ മന്ദസ്മിതം എന്നുള്ളതാണ് തലക്കെട്ട്. 46,913 പേർ 15 മാസത്തെ യുദ്ധത്തിൽ ഗസയിൽ ആകെ മരിച്ചു. 33 പേർ ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികൾ, 1904 ഇസ്രായേൽ വിട്ടയക്കുന്ന പലസ്തീനികൾ എന്നുള്ളതാണ് ആ വാർത്തയോടൊപ്പം കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. റോമി വീട്ടിലെത്തുന്നു ആനന്ദ കണ്ണീരോടെ എന്ന തലക്കെട്ടോടുള്ള വാർത്ത. യാതനം ദാരിയും ഇന്ന് വീണ്ടും കരയും, പക്ഷേ അത് ആനന്ദാശ്രു ആയിരിക്കും. എല്ലാവരും ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ്. ഞങ്ങളുടെ റോമി മടങ്ങി വരികയാണ്. ഹമാസ് ബന്ദിയാക്കിയ റോമി ഗോനന്റെ മോചനം സഹോദരിമാരായ യാതനും ദാരിക്കും മാതാപിതാക്കൾക്കും മാത്രമല്ല കുടുംബത്തിനാകെയും 2ാം ജന്മം ലഭിച്ചതുപോലെയാണ് എന്നുള്ള വാർത്ത. മോചനായ റോമിയുടെ ഉറ്റബന്ധു ഇസ്രായേലി ചിത്രകാരൻ ഡാൻ വോൾമാൻ കേരള കൗമുദിക്ക് സ്പെഷ്യലായി നൽകിയിട്ടുള്ള ഒരു അഭിമുഖമാണത്. അതിൽ റോമി ഗോനൻ്റെ ഫയൽ ചിത്രം നൽകിയിട്ടുണ്ട്. ട്രംപ് ഭരണം വീണ്ടും എന്ന തലക്കെട്ടോടുകൂടി ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്ന വാർത്ത. അതിൽ ട്രംപിനോടൊപ്പം അംബാനി കുടുംബം നിൽക്കുന്ന ചിത്രവുമുണ്ട്. ഇന്ത്യയെ പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളത് പ്രത്യേകമായൊരു കോളത്തിലുണ്ട്. ആദ്യ ദിനം 10 ഉത്തരവുകൾ. ആ 10 ഉത്തരവുകൾ ഓരോന്നായി അക്കമിട്ട് പറയുന്നു. അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ, ജന്മാവകാശ പൗരത്വം നിർത്തും, മറ്റുള്ള കലാപകാരികൾക്ക് മാപ്പ്, റഷ്യ യുക്രൈൻ യുദ്ധപരിഹാരം, മെക്സിക്കോ കാനഡ ഇറക്കുമതിക്ക് 25% നികുതി, ഇലക്ട്രിക് വാഹന ഉത്പാദനം കൂട്ടാനുള്ള ഉത്തരവ് റദ്ദാക്കും, എണ്ണ ഉത്പാദനം കൂട്ടും, വനിതാ സ്പോർട്സിൽ ട്രാൻസ്ജെൻഡറുകളെ വിലക്കും, ട്രാൻസ്ജെൻഡറുകൾക്കുള്ള പരിചരണ പദ്ധതികൾ നിർത്തും, വാഹന വ്യവസായ മെയ്ഡ് ഇൻ അമേരിക്കയാക്കും. മാനം കാക്കാത്തവർക്കൊപ്പം എന്തിന് ഇനിയും നിൽക്കണം, CPM-നെതിരെ കലാരാജു. പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപം ഉൾപ്പെടെ നടത്തിയ CPM-നൊപ്പം എങ്ങനെ തുടരാൻ കഴിയുമെന്ന സ്വന്തം പാർട്ടിക്കാർ തട്ടിക്കൊണ്ടുപോയ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു.
ജനപ്രതിയായ തനിക്ക് ഇതാണ് അനുഭവമെങ്കിൽ സാധാരണ സ്ത്രീകളുടെ സ്ഥിതി എന്താകും എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഘടകകക്ഷിയാകണമെന്ന ആവശ്യം UDF നേതാക്കൾക്ക് അൻവറിന്റെ കത്ത്. തൃണമായി മൂലയിൽ ഇരുന്നോളാം എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. അടുത്തത് മാതൃഭൂമിയാണ്. കടുംപിടുത്തം, ഉയർന്ന PF പെൻഷൻ തടയാൻ വീണ്ടും കേന്ദ്രം എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. സുപ്രീം കോടതി വിധിച്ച ഉയർന്ന PF പെൻഷൻ കണക്കാക്കാൻ സ്വീകരിക്കുന്ന പ്രോ റേറ്റ് രീതിയെ ന്യായീകരിച്ച EPFO രംഗത്തെത്തി. പ്രോ റേറ്റ് നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലെന്നാണ് EPFO വിശദീകരണം. പ്രോ റേറ്റ് രീതി സുപ്രീം കോടതി കേസിൽ വിഷയമേ ആയിരുന്നില്ലെന്നും മറച്ചുവെച്ചാണ് ന്യായീകരണം. ജനുവരി 19, 11, 15 AM സമാധാനത്തിന്റെ സമയം. 15 മാസത്തിലേറെയായി ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ താൽക്കാലിക വിരാമം 3 മണിക്കൂർ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം പ്രാദേശിക സമയം ഞായറാഴ്ച പകൽ 11:15 ഗസയിൽ 42 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഗസയിലെ വാർത്ത. പാലക്കാട്ടെ മദ്യനിർമ്മാണശാല പഞ്ചായത്ത് അറിയാതെ. പാലക്കാട്ടെ മദ്യനിർമ്മാണശാല സ്ഥാപിക്കാൻ ഒയാസിസ് കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയത് എലപ്പുള്ളി പഞ്ചായത്ത് അറിയാതെ. മദ്യനിർമ്മാണശാല തുടങ്ങാൻ സർക്കാർ അനുമതി നൽകിയതിനെക്കുറിച്ച് മന്ത്രിസഭാ തീരുമാനം വന്ന ശേഷം മാധ്യമങ്ങൾ വഴിയാണ് പഞ്ചായത്ത് ഭരണത്തിലുള്ളവർ അറിയുന്നത്. ഇനി ട്രംപിന്റെ കാലം എന്ന തലക്കെട്ടോടുകൂടി ട്രംപിന്റെ രണ്ടാം ഊഴവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ഇന്ന് ഷാരോൺ വധം വിധിക്കും, ആർജിക്കർ ബലാത്സംഗത്തിന്റെ വിധി ഉണ്ടാകും എന്നുള്ള 2 കേസുകളുടെ വിധി ഇന്നും ഉണ്ടാകും എന്നുള്ളത് ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നു. കാക്കദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ, ഉന്നതിയിൽ ട്രംപിന് സ്തുതി, ഗാസയിൽ സമാധാനം എന്നുള്ളതാണ് കാർട്ടൂണിന്റെ തലക്കെട്ട്. ബ്ലോക്ക് ബസ്റ്റർ മോളിവുഡ്. കോടികളുടെ നഷ്ടങ്ങൾ നിർമ്മാതാക്കൾ പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് കുതിപ്പിന്റെ കാലമെന്ന കണക്കുകൾ. രാജ്യത്തെ വിവിധ ഭാഷകളിലെ സിനിമകളുടെ ലാഭനഷ്ടങ്ങൾ വിലയിരുത്തുന്ന ഓർമാക്സ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം 2024 മലയാള സിനിമ വിപണി വിഹിതം ഇരട്ടിയാക്കി 2023 5% നിന്ന് 10%. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വാർത്ത ഉയർന്ന PF പെൻഷൻ പ്രോ റേറ്റ് അംഗീകരിച്ചെന്ന EPFO എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മലയാള മനോരമ. അതിനോടൊപ്പം ജീവിതം തുടരാൻ യുദ്ധത്തെ തുടർന്ന് ഗാസയിൽ പലയിടങ്ങളിലേക്കും പലായനം ചെയ്തവർ റഫായിലേക്ക് മടങ്ങി വരുന്നു. വെടിനിർത്തൽ, ഇസ്രായേൽ ഹമാസ് കരാർ പ്രാബല്യത്തിൽ, ആശ്വാസം, മോചനം എന്നുള്ളതാണ് കാർട്ടൂൺ തലക്കെട്ട്. മോചിതമായ 3 പേരുടെയും ചിത്രങ്ങൾ നൽകുന്നുണ്ട്. ഷാരോൺ വധം ശിക്ഷാവിധി ഇന്ന് എന്ന വാർത്തയ്ക്ക് മലയാള മനോരമ ആദ്യ പേജിൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഭാരതത്തിന്റെ കരുത്ത്, യശസ്വിയായ ഏകാത്മകത, ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊപ്പം ദക്ഷിണ കേരള പ്രാന്ത വിദ്യാർത്ഥി കാര്യകർത്തൃ സാംഘികിൽ നിന്നുള്ള ഒരു ചിത്രം. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ എന്നുള്ള വാർത്തയ്ക്ക് വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നു. പമ്പയിൽ ആരതി ഒഴിഞ്ഞ് ആയിരങ്ങൾ എന്ന വാർത്തയ്ക്ക് ആദ്യ പേജിൽ പ്രാധാന്യം നൽകുന്നുണ്ട് ജന്മഭൂമി. അയിരൂർ ചെറൂർക്കോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ 113ാമത് ഹിന്ദുമത പരീക്ഷത്തിനോട് അനുബന്ധിച്ച് ഫെബ്രുവരി 5 നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നദീവന്ദനവും പമ്പാ ആരതിയും നടത്തി. ജനനിരക്ക് എളുപ്പമല്ല, പക്ഷെ പരിഹാരം വേണമെന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ ബാധിക്കുന്ന തരത്തിൽ ജനനനിരക്ക് കുറയുന്ന പ്രതിഭാസത്തെ മറികടക്കാൻ എളുപ്പമല്ലെങ്കിലും പരിഹാര നടപടി അനിവാര്യമാണെന്ന് റിപ്പോർട്ട്. മഹാകുംഭമേള ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ജന്മഭൂമി. ഭരണകൂടത്തിനെതിരെ പോരാടുമെന്ന പരാമർശം, രാഹുലിനെതിരെ കേസ്. ഭാരതത്തിൻ്റെ ഭരണകൂടത്തിനെതിരെ പോരാടുമെന്ന് ആഹ്വാനം ചെയ്ത കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ ആസാമിൽ കേസ്. ഗുവാഹത്തിയിലെ പാൻ ബസാർ പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ സമാധാനത്തിലേക്കുള്ള വഴി, ഗാസയിൽ വെടിനിർത്തൽ എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ഒപ്പം CPM കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചു, കരട് രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. മധുരയിൽ ഏപ്രിൽ 2 മുതൽ 6 വരെ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം CPIM കേന്ദ്ര കമ്മിറ്റി യോഗം അംഗീകരിച്ചു. പോളിറ്റ് ബ്യൂറോ അവതരിപ്പിച്ച പ്രമേയത്തിന് കേന്ദ്ര കമ്മിറ്റി അംഗം നിർദ്ദേശിച്ച ഭേദഗതികളിൽ ചിലത് അംഗീകരിച്ചതോടെയാണ് കരടിന് അന്തിമ രൂപമായത്. ഇന്നു മുതൽ ട്രംപ് ഭരിക്കുമെന്ന തലക്കെട്ടോടുകൂടി ട്രംപിന്റെ രണ്ടാം ഊഴവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദേശാഭിമാനി. കഞ്ചിക്കോട് ബ്രൂവറി അനുമതി നിയമവും ചട്ടവും പാലിച്ച് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന മത്സരമാണ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ടായി അവർ നൽകിയിട്ടുള്ളത്. നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചാണ് സംസ്ഥാന സർക്കാർ കഞ്ചിക്കോട് ബ്രൂവറി പ്രാരംഭ അനുമതി നൽകിയതെന്ന് മന്ത്രി MP രാജേഷ്. ആർജിക്കാർ ബലാത്സംഗ കൊല ശിക്ഷ ഇന്ന്, തൂക്കിക്കൊന്നാലും എതിർക്കില്ല പ്രതിയുടെ അമ്മ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നു. നാളെ മറ്റ് വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.